ബ്രഹ്മോസിന്റെ ശക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ പാകിസ്ഥാനോട് ചോദിക്കൂ. ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചതായി യോഗി ആദിത്യനാഥ്. ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു. ഒരിക്കലും നിവരാത്ത നായയുടെ വാല് പോലെയാണ് ഭീകരത. ലക്നൌവിൽ നടന്ന ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഭീകരവാദം പൂർണ്ണമായും തകർക്കുന്നതിന് വരെയും ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭീകരതയെ തുടച്ചു നീക്കാൻ നാം എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടണം. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി പ്രകടമായിരുന്നു. അതിന്റെ ആഘാതം എത്രത്തോളമാണ് എന്ന് പാകിസ്ഥാനോട് ചോദിക്കണം. ഉത്തർപ്രദേശിൽ ഉടൻ ആരംഭിക്കുന്ന ബ്രഹ്മോസ് പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ 200 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നും യോഗി ആദിത്യനാഥ് ഈ വേളയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി രാജ്യത്ത് നടക്കുന്ന ഏതൊരു ഭീകര ആക്രമണമായി യുദ്ധവുമായി കണക്കാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി ഉപയോഗിച്ചിരിക്കുകയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ബ്രഹ്മോസ് വിന്യസിച്ചതായി വ്യോമസേന ഔദ്യോഗികമായി ഇതുവരെയും അറിയിച്ചിരുന്നില്ല. ഇത് സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം മെയ് 7-ന് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ ലഷ്കർ-ഇ-തോയ്ബയിലെ കൊടും ഭീകരനും ജെയ്ഷെ മുഹമ്മദ് മസൂദ് അസറിന്റെ സഹോദരി ഭർത്താവുമായ അബു അഖാസും ഉൾപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള വിശദ വിവരങ്ങളിലാണ് അബു അഖാസിന്റെ പേരും ഉൾപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ കൊടും ഭീകരന്മാരായ മുസാച്ചിർ ഖാദ്യാൻ, അതുപോലെ ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂയിസ് അസർ, ഹസൻ ഖാൻ എന്നിവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജെയ്ഷെ തലവനും മസൂദ് അസറിന്റെ ഭാര്യ സഹോദരനുമായ ഹാഫിസ് മുഹമ്മദ് ജാമിലും കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ഭീകര ആക്രമണങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കുകയും ചെയ്യുന്നതിൽ മുഖ്യ സൂത്രധാരനായിരുന്നു ഹാഫിസ് മുഹമ്മദ്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 9 ഭീകര കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം തകർത്തതും 100ഓളം ഭീകരരെ അടക്കം വധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇത് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കൊല്ലപ്പെട്ട ഭീകരരുടെ പേരുവിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ സ്ഥാപകനായ മസൂദ് അസറിന്റെ സഹോദരനും സഹോദരിമാരും ഉൾപ്പെടെ 14 പേരായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ടതും. ലഷ്കർ ഭീകർ ഹാസിഫ് സെയിന്റെ ബന്ധുക്കളും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അടക്കം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മസൂദ് അസറും ഹാഫിസ് സെയ്ദും പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഇവരെ കൊടും ഭീകരന്മാരായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ പലതവണ ഇവരെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആ ഒരു നടപടി എടുക്കാൻ പാകിസ്ഥാൻ ഇതുവരെയും തയ്യാറായിരുന്നില്ല. ഇവരെ അറിയില്ലായിരുന്നു എന്നതായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം. എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഭയന്ന് ഒളിവിൽ കഴിയുന്ന ഹാഫിസ് സയ്യിദിന്റെ പാക് സൈന്യത്തിന്റെ പാരാ കമാൻഡുകളാണ് സംരക്ഷണം നൽകുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം അതിർത്തി പ്രദേശങ്ങളിൽ പ്രകോപനപരമായി നേരിയ ചലനമുണ്ടായാൽ പോലും പ്രതിരോധിക്കണം. അതിന് എല്ലാ കമാൻഡർമാർക്കും പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട് എന്ന് സൈന്യം അറിയിച്ചിരുന്നു. അതേസമയം പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി നിർവഹിച്ചുവെന്നും വ്യോമസേന അറിയിച്ചിരുന്നു. അതേപോലെ തന്നെ ദൗത്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നും വ്യോമസേന എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിലിരിക്കെയാണ് സേനയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട ദൗത്യങ്ങൾ കൃത്യതയോടെയും അതുപോലെ പ്രൊഫഷണലിസത്തോടെയും വിജയകരമായി നിർവഹിച്ചിരിക്കുന്നു. ദേശീയ ലക്ഷ്യങ്ങൾക്കനുസൃതമായി തന്നെ തികഞ്ഞ ആസൂത്രണത്തോടെയും രഹസ്യ സ്വഭാവത്തോടെയുമാണ് ഓപ്പറേഷൻ നടത്തപ്പെട്ടിരിക്കുന്നത്. ഓപ്പറേഷനുകൾ ഇപ്പോഴും തുടരുന്നതിനാൽ വിശദമായ ഒരു വിവരണം യഥാസമയം നൽകുന്നതായിരിക്കും. അഭ്യൂഹങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നതാണ് വ്യോമസേന എക്സിൽ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.